പരിശുദ്ധമായ റമദാൻ നമ്മൾ നിന്ന് വിട പറഞ്ഞ് പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാനിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നമ്മളുടെ കുടുംബങ്ങളിൽ പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ജോഡി വസ്ത്രം ഒരു യതീമായ കുട്ടി, അല്ലാഹുവേ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീട് യതീമുള്ള വീടാണ്. എങ്ങനത്തെ യതീം? ചുണ്ടിൽ പുഞ്ചിരിയും മുഖത്തു പ്രകാശവുമുള്ള യതീം. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് യതീമിന്റെ കണ്ണുനീര് വീണാൽ അല്ലാഹു ആലം, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളൊക്കെ ഉണ്ട്. ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയി, അനുജൻ മരണപ്പെട്ടു പോയി, അങ്ങനെ അല്ലെങ്കിൽ എത്രയോ അളിയൻ മരണപ്പെട്ടു പോയി. യതീമായ മക്കൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട്. ഒരു ജോഡി വസ്ത്രമായിട്ട് ആ മക്കളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവേ, ആ മക്കൾ ചിന്തിക്കും, എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നല്ലോ. അങ്ങനെ പ്രയാസപ്പെടുന്നൊരവസ്ഥ വരരുത്. ഈ പായിപ്പാടും നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിലുള്ള പാവങ്ങളെ തെരഞ്ഞെടുത്ത് കണ്ടെത്തി അൽഹംദുലില്ലാ, കേവലം 1.5 അല്ലെങ്കിൽ 2.5 കിലോ അരി കൊടുത്ത് തീർക്കാനുള്ളതല്ല, 1.5 2.5 അരി ഭരിച്ചു കൊടുത്ത് തീർക്കാനുള്ളതല്ല. ഫിത്ർ സക്കാത്ത് എന്ന് പറയുമ്പോൾ 150 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ഒരു മാസക്കാലം നീ പിടിച്ച ഇബാദത്തുകൾ, നീ പിടിച്ച നോമ്പും നിസ്കാരവും ഖുർആനും ദിക്റും സ്വലാത്തും സദക്കയും, ഇതിനകത്തു വന്നിട്ടുള്ള ന്യൂനതകൾ മുഴുവനും മാറ്റാനുള്ള വഴിയാണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നല്ല രീതിയിൽ, കേവലം 75 രൂപ കൊടുത്ത് ഒതുക്കി തീർക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവരത് നല്ല രീതിയിൽ അൽഹംദുലില്ലാ അതിൻ്റെ അവകാശികൾക്ക്, നമ്മുടെ കുടുംബങ്ങളിലെ പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് അത് എത്തിച്ചു കൊടുത്ത് അവരെയും ഈ പെരുന്നാളിൻ്റെ സന്തോഷിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് പെരുന്നാളാകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.